ഹായ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പൊ ഇത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടുക്കാച്ചി മാങ്ങ എന്ന് പറയും. കണ്ണൂര് ഇതിന് അങ്ങനെയാണ് പറയാ. അപ്പൊ ഇതിന് നല്ല മധുരമില്ല, പുളിയാണ്. അതുകൊണ്ട് ഞാനിതാ ഇതിനെ നല്ലോണം വൃത്തിയാക്കി ഇതിന്റെ തോലെല്ലാം പോക്കി ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളവും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും കുറച്ച് പഞ്ചസാര ഇട്ട് വേവിക്കാൻ വെച്ച്. അപ്പൊ ഇത് നല്ലോണം എന്താ പറയാ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നല്ലോണം ഒന്നും കൂടി തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട അരപ്പെല്ലാം റെഡിയാക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ ജീരകവും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് തൈര് ഉപയോഗിച്ചിട്ടാണ് അരക്കേണ്ടത്. വെള്ളം ചേർക്കാണ്ട് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മാങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഉപ്പും പുളിയും മധുരം എല്ലാം ഒന്ന് നോക്കി എന്നിട്ട് ഇത് പിന്നെ ഒന്ന് കുറച്ചും കൂടി സമയം നമുക്ക് അടച്ചു വെക്കാം. ഇതിൽ കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്, നല്ല കട്ട പോലെയായിപ്പോയി. അതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒന്ന് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നെയ്യിൽ തന്നെയാണ് ഇത് താളിച്ചിടുന്നത്. അപ്പൊ ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും പിന്നെ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതില്. അപ്പൊ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നല്ല കുറുകിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. അപ്പൊ ഞാനിത് ഉച്ചക്ക് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് മീന് കിട്ടിയത് തിലോപ്പിയാണ്. അപ്പൊ തിലോപ്പിയും പിന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ തെരണ്ടിക്കറിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് ഇന്ന് ഉച്ചക്കത്തെ ഊണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നു പോറ്. അപ്പൊ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇച്ചിരി പുളിയുണ്ട്. പുളിക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയോ വെല്ലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.